വി.എസ്. അച്യുതാനന്ദന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? മുഖ്യമന്ത്രിയാകാതിരിക്കുന്നതിന് കാരണമായി സീതാറാം യെച്ചൂരിയും പാർട്ടിയും പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ പ്രശ്നമാണല്ലോ. 93-ാം വയസ്സിന്റെ ആരോഗ്യം പോരാ മുഖ്യമന്ത്രിയാകാൻ എന്നതാണ് കാരണം. എന്നാൽ പ്രചാരണ കാലത്തെയും ഇന്നത്തെയും ആരോഗ്യം ചൂണ്ടിക്കാട്ടി വി.എസ്. അച്യുതാനന്ദൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വി.എസിനെ സന്ദർശിച്ച പി.സി. ജോർജ് തന്നേക്കാൾ ചെറുപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആകപ്പാടെ വി.എസിന്റെ ശക്തിയെക്കുറിച്ചാണ് ചർച്ച. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാറശാല മുതൽ കണ്ണൂർ വരെയുള്ള നിരവധി യോഗങ്ങളിൽ ഞാൻ സംസാരിക്കുകയും ജനങ്ങളെയാകെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കണിനിരത്തുകയും ചെയ്തപ്പോൾ നിങ്ങൾ എന്നെ പറ്റി എന്ത് ധരിച്ചിരുന്നു? ഓ, അത് ശരി. പേടിയാണല്ലേ? ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. അതെന്തോ വല്ല മാറ്റവും ഇപ്പോൾ മുഖത്ത് അവയവങ്ങളിലോ നിങ്ങൾക്ക് തോന്നി നോക്കിയിട്ട് കാണുന്നുണ്ടോ? ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഈ പ്രായക്കൂടുതലുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ പുള്ളിക്ക് ആരോഗ്യമില്ലാന്നൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞ് പുള്ളിക്ക് ആരോഗ്യം വല്ലതും കുറഞ്ഞൊന്നും നോക്കാം എന്ന് വിചാരിച്ചാൽ വന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്കടപ്പോൾ ചിരി വന്നു. പുള്ളി എന്നേക്കായി ആരോഗ്യവാനോ ഇപ്പോൾ. അപ്പോൾ ഒരു സ്റ്റേറ്റിനല്ല, 2 സ്റ്റേറ്റിന് മുഖ്യമന്ത്രിയുള്ള ആരോഗ്യം വി.എസ്. ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചോദിക്കാതെ തന്നെ അറിയാം പുള്ളി 16 ഇരിക്കുകയല്ലേ, അല്ലെ കൈയൊക്കെ അടിച്ച് സുഖമായി കാലടിച്ചിരിക്കുക. ഇത്രയും സുസ്മേരവദനായി വി.എസിനെ അടുത്ത കാലത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്ര ആരോഗ്യവാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യം കുറവാണെന്ന് അദ്ദേഹം അപമാനിക്കരുതൊരു അഭിപ്രായം എനിക്ക്. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിനെന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. യെച്ചൂരിക്ക് മനസ്സിലാകാത്ത ബംഗാളിൽ അടി കിട്ടുകയപ്പോൾ യെച്ചൂരി ഒന്ന് ഡൗൺ ആയിപ്പോയി. ബംഗാളിൽ അടിയാണ്, അതോടെ യെച്ചൂരി ഡൗണായി. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വി.എസിൻ്റെ പേര് യെച്ചൂരി പറഞ്ഞ് ആക്കിയനെ. യെച്ചൂരിക്ക് പിന്തുണ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അദ്ദേഹം നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചത്. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തിന്? നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാ അത്ര പെട്ടെന്ന് മറന്നു വരില്ല. ഒന്ന് പോടാ, ആ നീർക്കോല് വലിക്കുന്ന അവൻ എന്നെ അടുത്തങ്ങ് വിഴുങ്ങിക്കളയൂ. ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിനെന്താണാവ്? നില്ല്, നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? ഇത്രയും. എന്നിട്ടാണ് നാട്ടുകാരെ കണ്ടപ്പം ബ്രൂസിൽ കിടന്ന് ഓടിയത്. അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങി. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. അധികം പേടിക്കേണ്ടതില്ല. തൽക്കാലം വി.എസ്. ഒന്നടങ്ങിയ മട്ടാണ്. എല്ലാത്തിനും ഒരു ഉപദേശകനായി നിൽക്കുകയാണല്ലോ. വി.എസ്. ഉപദേശത്തിലേക്ക് കടക്കും മുമ്പേ CPIMന്റെ മന്ത്രിമാർ ഇതാ റെഡി. മികച്ച ടീമിനെയാണ് പിണറായി വിജയനും അണിനിരത്തുന്നത്. തോമസ് ഐസക് മുതൽ KK ശൈലജ ടീച്ചർ വരെ ഒരു വലിയ നിര. ക്ലീൻ ഇമേജ് ആണത്രേ ലക്ഷ്യം. സഭാനാഥനായി P. ശ്രീരാമകൃഷ്ണനും ചീഫ് വിപ്പായി സാക്ഷാൽ M. മണിയും അണിനിരക്കുന്നു. നിയുക്ത മന്ത്രിയാണ് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള പടക്കുതിര സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പാർട്ടി കാലാകാലങ്ങളിൽ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കും, അത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ ഞങ്ങളുടെ കടമ. പാർട്ടി പറഞ്ഞാൽ എന്താണോ പാർട്ടി പറയുന്നത് അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ഇത് കൊള്ളാം. പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണ്? പുതിയ സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാലിയായിട്ടുള്ള ഖലാവാണ്. ഒരു 15 വർഷം മുമ്പ് കേരളം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാനമായ പ്രതിസന്ധിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇത് കുറച്ചുകൂടെ കൊള്ളാം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? മദ്യപ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.
അതിന്റെ അപ്പുറത്തുള്ള ഒരു നിലപാടൊന്നും ഇപ്പൊ പറയാനൊന്നുമില്ല. ഇല്ല, വെല്ലുവിളിയായി തോന്നുന്നില്ല. ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു എന്നുള്ള അനുഭവ സമ്പത്ത് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ ഏത് വകുപ്പ് കിട്ടിയാലും കാര്യക്ഷമമായി അത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. നമ്മുടെ മഴവിൽ കനവിൻ നദിനി പൂമാനം, ഈ മുത്തുമനസ്സിന് ചുറ്റും മതിലുകളാകാശം, പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ. അല്ല, ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യങ്ങളിൽ ഒന്നാണ് സ്പീക്കർ സ്ഥാനം. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുള്ള സഭയിലെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള എല്ലാ മൂല്യങ്ങളും സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമെന്ന് മാത്രമേ ഇപ്പോൾ പറയൂ. അതൊക്കെ ശരി തന്നെ. പക്ഷേ സാധാരണ പ്രതിപക്ഷത്തെ അല്ല ഇത്തവണ സ്പീക്കർക്ക് നേരിടാനുള്ളത്. മുഖ്യ പ്രതിപക്ഷമാകാൻ ശ്രമിക്കുന്ന BJPയുടെ ആദ്യ അക്കൗണ്ടുകാരൻ ഒ രാജഗോപാൽ സഭയിലുണ്ട്. അതുമല്ല പ്രശ്നം, സാക്ഷാൽ PC ജോർജ് ഉണ്ട് സഭയിൽ. ജോർജിനെയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാനാണ്? അല്ല, PC ജോർജിനെ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. PC ജോർജ് മാത്രമല്ല, സഭയിൽ 140 ആളുകൾക്കും ഒരേ അവകാശമായിരിക്കും. വെല്ലുവിളി എന്ന് പറയുന്നത് സഭയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് സഭാനാഥൻ്റെ മാത്രം ദൗത്യമല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും അവർക്ക് അവരവരുടേതായ ഒരു സ്വയം അച്ചടക്കം ഉണ്ടാവേണ്ടതും ഒരാവശ്യമാണ്. ശ്രീരാമകൃഷ്ണന്റെ ചെറുപ്പം സഭയ്ക്കും സ്വായത്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് പിണറായിയും രാജേട്ടനും. സുഹൃത്ത് സുഹൃത്ത് എന്നും എന്റെ സുഹൃത്ത്, സുഹൃത്ത്